ഹായ് എവ്രി വൺ, അസ്സാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഉമ്മ ഇപ്പൊക്കെ സൗദിയിൽ നിന്ന് നാട്ടിൽ വന്ന ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം അന്നത്തെ ദിവസം കുട്ടികൾക്ക് സ്കൂളുണ്ട്, അതുപോലെ തന്നെ ഉമ്മാനെയും ഉപ്പാനെയൊക്കെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോവും വേണം. അപ്പോൾ ഇതാ ഞാൻ ലഞ്ച് റെഡിയാക്കുന്ന തിരക്കിലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കുന്നൊക്കെ തിരക്കിലാണ്. ഇപ്പോൾ ബീഫ് ഞാൻ തലേദിവസം രാത്രി നല്ലോണം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം, ഒന്ന് പൊരിച്ചെടുക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് പുറത്ത് പോയിട്ടുണ്ട്. ഉമ്മയിപ്പം വരുന്നതിൻ്റെ 2 ദിവസം മുന്നേ ആണ് കേട്ടോ ഞങ്ങൾ മലപ്പുറത്തേക്ക് തിരിച്ചു വന്നത്. അതുവരെ കോഴിക്കോടായിരുന്നു. ചോറ് തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാർത്ത് വെക്കട്ടെ. ദോശയിലേക്കുള്ള ചട്നി റെഡിയാക്കി എടുക്കുകയാണ്. അതുപോലെ തന്നെ ബീഫ് ഇതാ അപ്പുറത്ത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കും എയർപോർട്ടിൽ വരാനൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ ഷെയും മക്കളും ഉമ്മയും ഇപ്പം എല്ലാവരും കൂടെ ആണ് വരുന്നത്. അപ്പം എന്തായാലും കുട്ടികളും കൂടെ വന്നു കഴിഞ്ഞാൽ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഓരോ സ്കൂളിൽ പറഞ്ഞേക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ്. അതാണ് ഷെയ്സിൻ്റെ മുഖത്ത് കാണുന്ന ആ ഒരു മ്ലാനത. എവിടെ തട്ടൊക്കെ ശരിക്കിട്ട് ഷേസ. അപ്പോൾ ലഞ്ചിന് നമ്മൾ മോരുകറിയും ബീഫും പിന്നെ പയറുപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വേഗം മോരുകറി ഉണ്ടാക്കട്ടെ. ഞാൻ പയറുപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഇപ്പോൾ വിളിക്കുന്നത്. എയർപോർട്ടിൽ അവർ ലാൻഡ് ചെയ്തു, അരമണിക്കൂർ നേരത്തെ ലാൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാതെ പെട്ടെന്ന് പോവുകയാണ്. ഞങ്ങൾ എയർപോർട്ടിൽ പോവുകയാണ്. അപ്പം ഓരോ 9:30 ഇറങ്ങുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അരമണിക്കൂർ നേരത്തെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ഭയങ്കര ധൃതി പിടിച്ചിട്ട് വേഗം മാറ്റിയിട്ട് ഇറങ്ങിയതാട്ടോ. 9:30 ഇറങ്ങുമ്പോൾ 9:30 ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതിയല്ലോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ലഗേജൊക്കെ എടുത്തു വരുമ്പോഴത്തേന് സമയം നമ്മൾ എത്ര സമയം തന്നെ ആവുള്ളൂ വിചാരിച്ചിട്ട്. അപ്പം എന്തായാലും വേഗത്തിൽ പോട്ടെ. അപ്പം ഒരുവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു പുറത്തിറങ്ങിയിട്ടുണ്ട്. അതാ മനു അവിടെ.
മനു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനുപ്പാനെയും ആ കാറിൽ കയറ്റിയിട്ടുണ്ട്. പിന്നെ ഷെയ് മക്കളും നമ്മൾ ഈ കാറിലുമാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഇടയിൽ നമ്മളൊരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. ഇനി വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഇവർക്ക് നല്ലോണം വിശക്കുമല്ലോ വിചാരിച്ചിട്ട്. യൂട്യൂബുകാർക്ക് നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. എന്ത് ഉമ്മാൻ്റെ ചെവി അടഞ്ഞിട്ട് അത് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. സമയം 12 മണി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. ഷെയ് മക്കളും പിന്നെ അവരുടെ വീട്ടിൽ തന്നെ തിരിച്ചു പോയി. അവർക്ക് ഫുഡ് പിന്നെ അങ്ങോട്ട് കൊടുത്തയക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാ ഞാൻ ഫുഡ് കഴിക്കണം. ഇപ്പൊക്കെ നേരത്തെ കഴിച്ചു. അപ്പോൾ അവരൊക്കെ കിടന്നിട്ടുണ്ട് കേട്ടോ. രാത്രി ഉറക്കമൊന്നും റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നപ്പം ആദ്യം തന്നെ ചോക്ലേറ്റ് ആണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മയിപ്പം പെട്ടിയൊക്കെ തുറന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുകയായിരുന്നു കേട്ടോ. ബഡ്സ് ചോപ്പറും ഫുഡ് ചോപ്പർ ലിക്വിഡ് അല്ലേ. ചായ കുഴിക്കല്ലേ? അല്ലല്ല, മുഖമൊക്കെ തുടക്കണ വെള്ളമുള്ള ഒരു സാധനം ഉണ്ടാവില്ല. സുജൂദ് ചെയ്യാൻ. ഔ കാവന്റെ അയ്യോ കാവ ക്ലാസ്. കാവ കുടിക്കണേ. നല്ല രസമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഉമ്മ ഇപ്പം വന്നപ്പോൾ ഉള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇനി മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.